شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان، فمن شهد منكم الشهر فليصم، ومن كان مريضا أو على سفر فعدة من أيام أخر، يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما. فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما. واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. ربكم أعلم بما في نفوسكم إن تكونوا صالحين فإنه كان للأوابين غفورا. وآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين وكان الشيطان لربه كفورا. صدق الله العظيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا وحبيبنا محمد بن عبد الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 22ാമത്തെ ദിവസമായ ഇന്ന് നമുക്ക് അല്ലാഹുമ്മ ഫ്തഹ് അലയ്യ അബ്വാബ ഫദ്ലിക്,
وأنزل علي فيه من بركاته ووفقني فيه لموجبات مرضاتك وأسكنني فيه ببركته بحبوبات جناتك يا مجيب دعوة المضطرين എന്ന ദുആ കൊണ്ട് ആരംഭിക്കാം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അഥവാ ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്നത്. മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പഠിപ്പിക്കുന്നു, വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹുവിനല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്നും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്നും താങ്കളുടെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞ ഉടനെ തന്നെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്ന് അവൻ നമ്മെ പഠിപ്പിക്കുന്നു. ചെറുപ്രായത്തിൽ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും നമ്മെ നോക്കി പോറ്റി വലുതാക്കിയ നമ്മുടെ മാതാപിതാക്കളെ അവർക്ക് വാത്സല്യവും സ്നേഹവും ലഭിക്കേണ്ടിയ സമയമാകുമ്പോൾ അവരെ നാം വിസ്മരിച്ചുകൊണ്ട് അവരുടെ ഹക്കുകളെ മറന്നുകൊണ്ട് വൃദ്ധസദനങ്ങൾ പോലെയുള്ള സ്ഥലത്ത് ആക്കുന്നത് വഴി അള്ളാഹുവിൻ്റെ അപ്രീതിയാണ് നമുക്ക് ലഭിക്കുക എന്ന കാര്യം നാം മറന്നുകൂടാ. ഉമ്മമാരുടെ ഹക്കുകളെ മറന്നുകൊണ്ട് ഭാര്യയെ മുന്തിക്കുന്ന ഒരവസ്ഥ വളരെ വ്യാപകമായി കണ്ടുവരുന്നു. ഭാര്യയുടെ വാക്കിൻ്റെ മേലിൽ ഉമ്മയെ തിരസ്കരിക്കുന്ന ഒരവസ്ഥ വളരെയധികം വേദനയുണ്ടാക്കുന്നതാണെന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉണർത്തുന്നു, അള്ളാഹുവിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. വസഖത്തുല്ലാഹി ഫീ സഖത്തിൽ വാലിദൈൻ, അള്ളാഹുവിൻ്റെ ദേഷ്യവും കോപം, വസഖത്തുല്ലാഹി ഫീ സഖത്തിൽ വാലിദൈൻ, അള്ളാഹുവിൻ്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലുമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസിൽ നമുക്ക് കാണാം, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായിട്ട്, അവിടുന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുകയും ആ സമയത്ത് അവിടുന്ന് ഒരു ഖുർആൻ പാരായണം കേൾക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് ചോദിച്ചു, ആരാണത്? അപ്പോൾ ഉത്തരം നൽകപ്പെട്ടത് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ, ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന സ്വഹാബിയാണെന്ന്. ആ സമയം അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കദാലികൽ ബിർറു കദാലികൽ ബിർറു, അതാണ് നന്മക്ക് കിട്ടുന്ന ഗുണം, അതാണ് നന്മക്ക് കിട്ടുന്ന ഗുണം എന്ന് 2 പ്രാവശ്യം. അഥവാ മഹാനായ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉമ്മാക്ക് ധാരാളമായി ഗുണം ചെയ്യുന്നവരായിരുന്നു. ഉമ്മാക്ക് ഗുണം ചെയ്തു എന്ന കാരണം കൊണ്ട് അവിടത്തേക്ക് കിട്ടിയ സ്ഥാനം സ്വർഗീയ ലോകത്ത് അല്ലാഹുവിൻ്റെ കലാമിനെ പാരായണം ചെയ്യുക എന്ന ഉന്നതമായ അവസ്ഥയാണ്. അതിന് അല്ലാഹുവിൻ്റെ ഹബീബ് അവിടുന്ന് സാക്ഷ്യം വഹിക്കുകയാണ്. മാതാപിതാക്കളോടുള്ള കടപ്പാട് നമുക്ക് മരണശേഷവും അവശേഷിക്കുകയാണ്. മരണം വരേക്കും അവരോട് നമുക്കൊരു കടപ്പാടുണ്ട്, അവരുടെ മരണശേഷവും കടപ്പാടുണ്ട്. അതാകട്ടെ നമ്മുടെ മരണം വരെ തുടരുന്നു. ഒരിക്കൽ ബനു സലമ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകരോട് ചോദിച്ചു, മാതാപിതാക്കളുടെ മരണശേഷം അവരോട് വല്ല കടപ്പാടുകളും അവശേഷിക്കുന്നുണ്ടോ? അവിടുന്ന് പറഞ്ഞു, നഅം, ദുആ ചെയ്യുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും പൊറുക്കലിനെ ചോദിക്കുകയും അവരുടെ വസിയത്തുകൾ പൂർത്തിയാക്കി വീട്ടുകയും അവരുടെ കൂട്ടുകാരുമായുള്ള ബന്ധം നിലനിർത്തുകയും ചെയ്യുക എന്നത് അവർക്കുള്ള ഹക്കാണ് എന്ന് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ പഠിപ്പിക്കുകയാണ്. മാതാപിതാക്കളോട് നമുക്ക് ഒരുപാട് കടപ്പാടുകളുണ്ട്. അള്ളാഹു പൊരുത്തപ്പെടാത്തതൊഴികെയുള്ള വിഷയത്തിൽ അവരുടെ നിർദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പൂർത്തിയാക്കി കൊടുക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അവരോട് പെരുമാറുമ്പോൾ അതിൽ മയവും അദബും കൊണ്ടുവരലും നാം ശ്രദ്ധിക്കേണ്ടതാണ്. അവർ ആവശ്യക്കാരാണെങ്കിൽ അവർക്ക് വേണ്ടി നാം ചെലവ് ചെയ്യുക, അവർക്ക് നൽകുക എന്നത് നമുക്ക് അത്യാവശ്യമായ കാര്യമാണ്. പ്രത്യേകിച്ച് വരുമാനമില്ലാതെയോ ജോലിയില്ലാതെയോ കഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് അവരെ നാം സഹായിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. എന്ന് മാത്രമല്ല, അവർക്ക് പ്രായമാകുമ്പോൾ അവർക്ക് വേണ്ടി നാം ഖിദ്മത്ത് ചെയ്തു കൊടുക്കുക എന്നത് നമുക്ക് കടപ്പെട്ടൊരു കാര്യമാണെന്ന് നാം മനസ്സിലാക്കണം.
നാം അവർക്ക് ഖിദ്മത്ത് ചെയ്യുക വഴി നമുക്ക് പ്രായമാകുമ്പോൾ നമുക്കും ഖിദ്മത്ത് ചെയ്യപ്പെടും എന്നൊരു കാര്യം നാം മറന്നുകൂടാ. മാതാപിതാക്കളെ മറന്നു പോകുമ്പോൾ, അവരെ നാം അവഗണിക്കുമ്പോൾ നമുക്കും ഇങ്ങനൊരു അവസ്ഥ വരാനുണ്ട്, നമ്മെയും മറക്കപ്പെടും എന്ന കാര്യം നാം വിസ്മരിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തം മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം മൊത്തവും അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. മാതാപിതാക്കളുടെ അതൃപ്തി വഴി അള്ളാഹുവിൻ്റെ അതൃപ്തി നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് എന്ത് ലക്ഷ്യമാണുള്ളത്, അതുകൊണ്ട് എന്ത് നേട്ടമാണുള്ളതെന്ന് നാം മനസ്സിലാക്കണം, നാം ശരിക്കും ചിന്തിക്കണം. എന്ന് മാത്രമല്ല, അമലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ കൂടിയാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്നത്. പരിഗണിക്കപ്പെടുന്ന ആളുകളിൽ വെച്ച് ഏറ്റവും ബന്ധപ്പെട്ടവർ മാതാപിതാക്കളാണെന്ന് നാം മനസ്സിലാക്കണം. എന്നല്ല, സ്നേഹത്തോടെയും കാരുണ്യത്തോടെയുമുള്ള അവരിലേക്കുള്ള നോട്ടം അതൊരു ആരാധനയാണ്. അവർക്ക് നാം നൽകുക, അവരെ നാം സഹായിക്കുക എന്നത് അത് അള്ളാഹുവിൻ്റെ അടുക്കൽ വണ്ണമായ ഇബാദത്താണ്. പ്രത്യേകിച്ച് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ നാം ഗുണം ചെയ്യുന്നു, അതേസമയം അവരുടെ മരണശേഷം അവരെ നാം മറന്നുപോകുന്നു. അതൊരിക്കലും നമുക്ക് യോജിച്ചതല്ല. ജീവിതത്തിലും മരണശേഷവും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്നത് നമുക്ക് അത്യാവശ്യമാണെന്ന കാര്യം നാം മറക്കരുത്. അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്ന ഈ ഉന്നതമായ ഈ പ്രവൃത്തി, ഈ സ്വഭാവം, ഈ സൽഗുണം നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. മാതാപിതാക്കളുമായി പിണങ്ങി കഴിയുന്നവർ അവരോട് പുറത്തു തരാൻ ആവശ്യപ്പെടുകയും അങ്ങനെ അവരെ തൃപ്തിപ്പെടുത്തുകയും അതുവഴി അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ പരിശ്രമിക്കുകയും വേണം. മാതാപിതാക്കൾ മരിച്ചു പോയവരാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യുകയും പൊറുക്കലിനെ ചോദിക്കുകയും അങ്ങനെ അതുവഴി അള്ളാഹുവിൻ്റെ പൊരുത്തം കരസ്ഥമാക്കാൻ നാം ശ്രമിക്കുകയും വേണം. അതിൽ നാം പിന്നിലായി പോകരുത്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ അള്ളാഹുവിൻ്റെ പൊരുത്തമാണ്. അള്ളാഹു അവൻ്റെ പൊരുത്തം ലഭിക്കാനുള്ള വഴികൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആ വഴികളെ നാം മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്നത് നമുക്ക് അത്യാവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളുടെ പൊരുത്തം കരസ്ഥമാക്കാനും അവർക്ക് അള്ളാഹു പൊരുത്തപ്പെടുന്ന രീതിയിൽ ഖിദ്മത്ത് ചെയ്യുവാനുമുള്ള തൗഫീഖും ഭാഗ്യവും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമുക്ക് നിർത്താം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.